ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണർന്നിരിക്കുന്നതിൻ്റെ മിക്കവാറും സമയം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന നിമിഷം തുടങ്ങി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ. മിക്കവാറും സമയം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് ഇത് എത്ര നന്നായി ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിത വിജയം തന്നെ. ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്നോ, ഇത് നമ്മൾ ജനിക്കുമ്പോഴേ തുടങ്ങിയ ഒരു ആക്ടിവിറ്റിയാണ്. വളരെ കാലമായിട്ട് നമ്മൾ ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആശയവിനിമയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ആക്ടിവിറ്റീസാണ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ ആരും പരിശീലിപ്പിച്ചിട്ടില്ല. നമ്മൾ എങ്ങനെയൊക്കെയോ സംസാരിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ പഠിച്ചു. അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേ അപാകതകൾ വന്നുകൂടാറുണ്ട്. പലപ്പോഴും നമ്മളത് അറിയാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ സംസാര രീതികളിൽ നമ്മളറിയാതെ വന്നു ചേരുന്ന ചില അപാകതകൾ, നമ്മളെയും മറ്റുള്ളവരെയും ദോഷകരമായി ബാധിക്കുന്ന ചില അപാകതകൾ. ഈ സംസാര രീതികൾ നമ്മൾ ഉപേക്ഷിച്ചേ മതിയാവും. കാരണം എന്താണെന്നറിയാമോ, ഇത് നമ്മുടെ ജീവിതത്തിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും നമ്മളിത് അനലൈസ് ചെയ്യാത്തത് കൊണ്ടും ഇതിനെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ടും നമ്മളത് അറിയാറില്ല. പക്ഷെ ചില സംസാര രീതികൾ ഒഴിവാക്കേണ്ടതാണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലേ. ഉദാഹരണത്തിന് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന സംസാര രീതികൾ, ഇത് ശരിയല്ല എന്ന് നമുക്കറിയാം. നമ്മളത് കഴിയുന്നത് ഒഴിവാക്കാറുണ്ട്. അതുപോലെ ബോഡി ഷെയ്മിങ്, ചില രീതികൾ സംസാരിക്കരുതെന്നുള്ള ഒരു ബോധം നമുക്കുണ്ട്. പക്ഷെ വേണ്ടത്ര ചിന്തയൊന്നുമില്ലാതെ വളരെ നിഷ്കളങ്കമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സംസാര രീതികൾ നമുക്ക് മറ്റുള്ളവർക്കും ഒരുപാട് ദോഷം ഉണ്ടാക്കാറുണ്ട്. അത്തരം സംസാര രീതികൾ നമ്മൾ ഒഴിവാക്കിയേ മതിയാകൂ. ഏതൊക്കെ സംസാര രീതികളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, അക്കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു മാനസികാവസ്ഥയാണ് ടെൻഷൻ. എല്ലാവർക്കും കൂൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഈ ടെൻഷൻ എന്നുള്ള വാക്ക് നമ്മളെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 10 പേരോട് പറയും, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്, നല്ല ടെൻഷനുണ്ട്. ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കടന്ന് ടെൻഷനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ചിലരെന്താ ചെയ്യുന്നതെന്നോ, മറ്റുള്ളവരെ ടെൻഷനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ചില മത്സരങ്ങൾക്ക് വരുമ്പോൾ കുട്ടികളോട് അധ്യാപകർ പറയുന്നതാണ്, നല്ല ടെൻഷൻ ഉണ്ടല്ലേ. അപ്പോൾ കുട്ടി പറയും, ഇല്ല ടെൻഷനൊന്നുമില്ല. അങ്ങനെ മുഖം കണ്ടാലറിയാമല്ലോ മോന് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. ഇങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പിന്നെ വേറെ ചിലരെന്താ ചെയ്യുന്ന, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അവരെപ്പോഴും ഓർമ്മിപ്പിക്കും, ടെൻഷനൊന്നും പിടിക്കണ്ട കേട്ടോ, എല്ലാം ഓക്കെ ആകും. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ തോന്നാത്ത ആൾക്കും ഒരു ടെൻഷൻ തോന്നാനിടയുണ്ട്. ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം കേട്ടോ, ഒരു വ്യക്തിക്ക് വളരെ ടെൻഷനിൽ നിൽക്കുകയാണെങ്കിൽ പോലും ആ ടെൻഷൻ മറ്റുള്ളവർ അറിയുന്നത് അയാൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമാകണമെന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ സംസാരിക്കുമ്പോഴേ ഒരു തീർച്ചയും മൂർച്ചയും ഇല്ലാതെ സംസാരിക്കും. പരീക്ഷ എങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഹൗ ഈസ് ലൈഫ്, അതൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഒരു ഒഴുക്കൻ മട്ടിലുള്ളൊരു ഉത്തരം. അങ്ങനെയുള്ള സംസാരമൊക്കെ നമ്മുടെ സോഷ്യൽ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പൊതുവേ അങ്ങനെയുള്ള ആളുകളോട് മറ്റുള്ളവർ സംസാരിക്കാൻ മടിക്കും. പലപ്പോഴും നമുക്ക് തോന്നുന്നത് എന്താ, അയാളോട് എന്ത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, കൃത്യമായിട്ടുള്ളൊരു ഉത്തരമില്ലാത്ത ആളാണ്. ഇതല്ലേ മറ്റുള്ളവർക്കുണ്ടാകാവുന്ന ഇംപ്രഷൻ. അപ്പോൾ കാര്യങ്ങളോട് കൃത്യമായിട്ട് പ്രതികരിക്കുക. എത്രയോ വാക്കുകളുണ്ട്, കൃത്യമായിട്ടുള്ളൊരു വാക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നോ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. പാരൻ്റ് എന്നുള്ള നിലയിൽ, ടീച്ചർ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ സഹോദരി എന്നുള്ള നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിങ്ങനെ എണ്ണി എണ്ണി പറയുക. കുറേ കാലം മുമ്പ് പാരൻസ് സ്ഥിരം പറയുന്ന ചില ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. അമ്മമാർ പറയും, നിന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചവളാണ് ഞാൻ. ഇതൊക്കെ അമ്മമാരിടയ്ക്കിടയ്ക്ക് മക്കളെ ഓർമ്മപ്പെടുത്തും. ഒരു പ്രയോജനവും ഇല്ല. അവസാനം മക്കൾ തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനൊക്കെ ഒരു ശമനം വന്നത്. ഇത് ഞങ്ങൾ വല്ലവരും പറഞ്ഞിട്ടാണോ? അങ്ങനെ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്യുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് നടക്കുന്നത് മറ്റുള്ളവർക്ക് അരോചകമായി തോന്നിയേക്കാം.
അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത് അവർക്കറിയാം. അത് നമ്മളിങ്ങനെ പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് സത്യത്തിൽ ഒരു പ്രയോജനവും ഇല്ല. നാലാമത്തെ കാര്യം, ഇപ്പം നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നന്നായിട്ട് നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. ഇപ്പോൾ എനിക്ക് നല്ലൊരു ജോലി വേണം, എൻ്റെ റിലേഷൻഷിപ്സൊക്കെ വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റണം, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്നോ, ഈ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സംസാരം. നല്ലൊരു ജോലി വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ മിക്കവാറും മറ്റുള്ളവരോട് പറയുന്നത് എന്തായിരിക്കും? ഇന്നത്തെ കാലത്ത് മൊത്തം റെക്കമെൻഡേഷൻസാണ്, അർഹതയുള്ളവർക്കൊന്നും ജോലി കിട്ടാൻ ഒരു ചാൻസും ഇല്ല, അതുകൊണ്ട് ഒരു നല്ല ജോലി കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതിന് നേരെ വിപരീതമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് മനഃശാസ്ത്രപരമായിട്ട് തെറ്റാണ്. നമ്മളെപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ ഉപബോധ മനസ്സിൻ്റെ പവറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് പറയുക, ചിന്തിക്കുക. അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം, അതിനനുസരിച്ചുള്ള ചിന്ത, അതിനനുസരിച്ചുള്ള ഒരു ആശയവിനിമയം, എന്നാലേ അത് മൂന്നും കൂടി സിങ്ക്രണൈസ് ചെയ്ത് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇനി അഞ്ചാമത് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആശയവിനിമയ രീതിയുണ്ട് കേട്ടോ. ചില ആളുകളുണ്ടല്ലോ, വളരെ ഡിസ്കറേജിങ് ആണ്. നമ്മൾ വളരെ ആവേശത്തോടു കൂടി ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും ഒരു തടസ്സം പറയും. നമ്മുടെ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞാൽ പോലും ചിലർ പറയില്ലേ, ശരിക്കൊക്കെ പ്രാക്ടീസ് ചെയ്തോ? അവിടെ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ അവർ പറയും, അയ്യോ ഇതൊക്കെ പണ്ടേ തുടങ്ങണമായിരുന്നു, ഇനിയിപ്പോൾ ഇത്രയും പ്രായമായപ്പോഴാണ് ഇതിനൊക്കെ പുറപ്പെടണത്. അത് സാധാരണ സീനിയേഴ്സ് കേൾക്കാറുള്ള ഏറ്റവും വലിയൊരു ഡിസ്കറേജിങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ എന്ത് കൊച്ചു കാര്യമാണെങ്കിലും അവരൊരു തടസ്സം ഉന്നയിക്കും. ചിലപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് പറയുമ്പോഴായിരിക്കും, ദേ ഇടിവെട്ടി മഴ പെയ്യാൻ പോണു, ഈ ദിവസം കണ്ടുള്ളൂ പോകാൻ. ഇത് മറ്റുള്ളവരെ ഒരുപാട് ഡൗൺ ആക്കുന്ന ഒരു ആശയവിനിമയ രീതിയാണ്. നമ്പർ 6, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. അപ്പോൾ ചിലർ തങ്ങൾ സ്നേഹിക്കപ്പെടുന്നു എന്ന് ഉറപ്പാകും. അപ്പോൾ അത്തരം സംസാരം മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ മോള് ചെറുതായിരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അവളെ വിട്ട് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുട്ടിയെ പിരിഞ്ഞു നിൽക്കുന്നത് വിഷമമാണ്, കുട്ടിക്കും വിഷമം ഉണ്ടായിരിക്കാം. പക്ഷേ ചില ആളുകൾ കുട്ടിയെ വിളിച്ചിട്ട്, മോൾക്ക് നല്ല വിഷമം ഉണ്ടാകുമല്ലേ, അമ്മയെ മിസ് ചെയ്യുന്നുണ്ടാകുമല്ലേ, ഉള്ളിലുള്ള ആ ഒരു വിഷമം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില സംസാര രീതി, അതിൻ്റെ ആവശ്യമില്ല അല്ലേ? ആ രീതിയിൽ സംസാരിക്കുമ്പോൾ കുട്ടിക്ക് സത്യത്തിൽ വിഷമാവൂലേ? അമ്മമാർ ചോദിക്കും, ഞാനില്ലാതിരുന്നപ്പോൾ എന്നെ നന്നായിട്ട് മിസ് ചെയ്ത് കാണുമല്ലേ? ശരിക്കും ആ മിസ്സിങ് ഫീലിംഗ് തന്നെ മാനേജ് ചെയ്യാൻ കുട്ടി പഠിക്കണം. അത് വീണ്ടും വീണ്ടും പറഞ്ഞ് ആ കുഞ്ഞിനെ വിഷമിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പർപ്പസ്ഫുള്ളായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നവരുണ്ട് കേട്ടോ. നിൻ്റെ അമ്മ നിന്നെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മ മോളോട് ചോദിക്കുമ്പോൾ മോള് പറയാണ്, എനിക്ക് അമ്മയെ നന്നായിട്ട് മിസ് ചെയ്തു. അപ്പോൾ അമ്മയ്ക്കൊരു സന്തോഷം കിട്ടുമല്ലോ. തനിക്ക് സന്തോഷം കിട്ടുക എന്നുള്ളൊരു സ്വാർത്ഥമായ ആഗ്രഹമാണ് ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾക്ക് പിന്നിൽ. ഒരു മിസ്സിങ് ഫീലിംഗ് കുട്ടികൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നല്ലേ? അപ്പോൾ പിന്നെയും അത് ഓർമ്മപ്പെടുത്തി അത് ഉറപ്പാക്കേണ്ട കാര്യം എന്താണ്? ഇനി 7ാമത്തെ കാര്യം, നമ്മുടെ പരമ്പരാഗതമായ ചില സംസാര രീതികളുണ്ട്. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞതല്ലേ, ഇനി അനുഭവിച്ചോ. ഇങ്ങനെ ആളുകൾക്ക് ഒരുപാട് മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭാഷണം. അയാൾ ചിലപ്പോൾ ഒരു പരാജയത്തിൻ്റെ വക്കീലായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയായിരിക്കാം. അപ്പോൾ അതിനെ ആക്കം കൂട്ടുന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കുന്നത് തികച്ചും നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ടീച്ചിങ്ങിലും പാരൻറ്റിങ്ങിലും ഒക്കെ നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു പോകുന്ന ഒരു തെറ്റാണത്. 8ാമത്തത്, സ്വയം ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക. അല്ലെങ്കിലും എനിക്കറിയാം ആർക്കും എന്നെ ഒരു വിലയുമില്ല എന്ന്, എനിക്കല്ലെങ്കിലും ഭാഗ്യമില്ല, ആർക്കും എന്നോടൊരു സ്നേഹമില്ല, എനിക്കൊരു പരിഗണനയുമില്ല ഇവിടെ. നമ്മളെ തന്നെ ഒരു ഇൻഫീരിയർ ആക്കിക്കൊണ്ടുള്ള സംസാരം, അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതല്ലേ? ചില ആളുകളുടെ ഒരു രീതിയുണ്ട്, അതായത് ഒരു ചെറിയ ക്രിറ്റിസിസോ അല്ലെങ്കിൽ ഒരു ചെറിയ കറക്ഷനോ വന്നാൽ പോലും അവർക്ക് സഹിക്കാൻ ഒക്കില്ല. അവരതിനോട് വളരെ നെഗറ്റീവായിട്ട് പ്രതികരിക്കും, ന്യായീകരിക്കും. മിക്കവാറും തെറ്റിൻ്റെ ഉത്തരവാദിത്തം വേറൊരാളുടെ തലയിലേക്ക് വെക്കും. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ആൾ സത്യത്തിലൊരു റിസ്ക് എടുക്കുന്നുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ടറിയാം ഇയാളുടെ ഒരു ഡിസ്പ്ലഷർ നേരിടേണ്ടി വരുമെന്ന്. ന്യായീകരിക്കാനും അല്ലെങ്കിൽ കുറ്റം വേറൊരാളുടെ തലയിലേക്ക് വെക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ മിക്കവാറും
കറക്ഷനും ക്രിറ്റിസിസും ഒക്കെ ആളുകൾ നിർത്തിയെന്ന് വരാം. നമുക്കത് ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ്. ഇനി അവസാനത്തത്, നമ്മളോട് എത്ര പറഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വളരെ അടുത്ത ആളുകളെയും പുറമേയുള്ള ആളുകളെയും താരതമ്യം ചെയ്ത് നമ്മുടെ ആളുകൾ വളരെ മോശക്കാരാണെന്ന് സ്ഥാപിക്കുക. ഇത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഇത് റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിക്കുന്ന സംസാര രീതിയാണ്. കമ്പയർ ചെയ്തിട്ടൊരു കാര്യമില്ല, വ്യക്തികളൊക്കെ വ്യത്യസ്തരാണ്. അപ്പുറത്തെ വീട്ടിലെ ആളെപ്പോലെ നന്നാകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അതിന് തയ്യാറാകുമോ? അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ മകനെ പോലെ നീ മിടുക്കനായി നല്ല മാർക്ക് മേടിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും നല്ല മാർക്ക് മേടിക്കാൻ തയ്യാറാകുമോ? ഇതൊക്കെ നമ്മൾ വീണ്ടും വിചാരമില്ലാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പം വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.